ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചാണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് റോബിൻ ഈ ലക്ഷ്മിയുടെയും പിന്നെ അബിൽദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ പുള്ളിക്കാരൻ തിരിച്ചു കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും പെട്ടിരിക്കുന്നത് ലക്ഷ്മിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി 8 ലക്ഷം രൂപയാണ് കൊടുത്തത് റോബിന്. അതിനകത്ത് 4 ലക്ഷം രൂപ അക്കൗണ്ട് ട്രാൻസ്ഫറും ബാക്കി 4 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി കൊടുത്ത ഈ 4 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്ത ഈ 4 ലക്ഷം രൂപ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ലീഗലി പോയാലും പുള്ളിക്കാരിക്ക് കിട്ടാൻ വളരെ സാധ്യത കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയതുകൊണ്ട് പ്രൂഫ് കാണിക്കാൻ പറ്റത്തില്ല. അതാണ് വേറെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും, അതായത് ഒന്നെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ തെളിവ് വേണം. അതായത് ഇതേപോലെ എന്തെങ്കിലും വീഡിയോസ് വല്ലതും റോബിൻ ഇതേപോലെ ക്യാഷായിട്ട് കൈപ്പറ്റുന്നതിൻ്റെ എന്തെങ്കിലും വീഡിയോസ് വല്ലതും വേണം. അതൊട്ടും ഇല്ലതാനും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ ആ അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത 4 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും മേടിക്കാന്നല്ലാണ്ട് മറ്റേ ക്യാഷായിട്ട് കൊടുത്ത 4 ലക്ഷം രൂപ ഒക്കെ പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അബിൽദേവിൻ്റെ ഒരു കേസ് എടുക്കുന്നത് പുള്ളിക്കാരൻ ഏകദേശം 45 ലക്ഷം രൂപ അക്കൗണ്ട് ത്രൂ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പ്ലസ് പുള്ളിക്കാരൻ ഒരു പ്രോമിസറി നോട്ട് റോബിൻ്റെ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു പൈസ, അബിൽദേവിൻ്റെ പൈസ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പുള്ളിക്കാരൻ ലീഗലി മൂവ് ചെയ്താലും കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. പക്ഷേ റോബിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിൽദേവിൻ്റെ ഏകദേശം 45 ലക്ഷം രൂപയാണ് പുള്ളിക്കാരൻ മേടിച്ചത്. അത് പലപ്പോഴായിട്ടും റോബിൻ കൊടുത്തു തീർത്തു, കംപ്ലീറ്റ്ലി അക്കൗണ്ട് സെറ്റിൽ ചെയ്തെന്നാണ് റോബിൻ പറയുന്നത്. അതിനുശേഷം റോബിൻ ഈ അബിൽദേവിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഈ അബിൽദേവും ലക്ഷ്മിയും കൂടെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റ് നിങ്ങളെല്ലാം കേട്ടാന്ന് വിചാരിക്കും. അതിനകത്ത് മറ്റേ അബിൽദേവ് വ്യക്തമായി പറയുന്നുണ്ടെന്ന് ഏകദേശം 6 ലക്ഷം രൂപ അടുപ്പിച്ച് പുള്ളിക്കാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 35 ലക്ഷം രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട്. പക്ഷേ റോബിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഫുൾ കൊടുത്തു തീർത്തുന്നതാണ്. എന്നിട്ട് റോബിൻ കുറേ പ്രിൻ്റ് ഔട്ടുമായിട്ടാണ് നടക്കുന്നത്. ഇതിന് പുള്ളിക്കാരൻ പറഞ്ഞാൽ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 2026 ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ റോബിൻ ചെയ്യേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റോബിൻ്റെ HDFC ബാങ്കാണെന്ന് പറയുന്നു. HDFCയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാ ബാങ്കുകാർക്കും ഇപ്പോൾ ഫെഡറൽ ആയിക്കോട്ടെ, കാനറ ബാങ്ക് ആയിക്കോട്ടെ, എല്ലാ ബാങ്കിലും ഒരു ആപ്പ് ഉണ്ടാവും. ആ ആപ്പിൽ കയറിയിട്ട് റോബിൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഏത് ഡേറ്റിലാണ് കൊടുത്തത് ആ ആപ്പ് ത്രൂ റോബിൻ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ജെനുവിനാണെന്ന് നമുക്ക് പറയാം. അല്ലാണ്ട് കുറേ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ChatGPT എടുത്ത് മറ്റേ ജെമിനിയെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എഡിറ്റ് ചെയ്ത് PDF ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ആപ്പ് ത്രൂക്കൂടെ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത്, അതായത് ഇന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്ന ദിവസം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം റോബിൻ ഇതേപോലെ ഗൂഗിൾ ഡ്രൈവിലും മറ്റേ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ റോബിൻ ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ റോബിൻ പണ്ടോട്ട് ഉടായ്പ ആയതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും അബിൽദേവിൻ്റെയും ലക്ഷ്മിയുടെയും ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം റോബിൻ റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സീക്രട്ട് ഏജന്റും റോബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അബിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു GPayന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് AI ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒറ്റ കാര്യമുള്ളൂ, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് GPay ചെയ്ത് കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. പുറം രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനെ കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 മാത്രമായിരിക്കും, മനസ്സിലായോ? ഫ്രം ഒന്നും എവിടെയും വരില്ല. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ എൻ്റെ വാട്സാപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. GPay നമ്പറും കൂടെ എന്തായാലും ഇട്ടുതരാം. ഇത് പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ്, GPay നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്.
ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ചാറ്റാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജൻറ്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലും ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് അബിൽദേവിന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിൻ്റെ അകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽദേവും തമ്മിലുള്ള ചാറ്റിൻ്റെ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 അന്ന് പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫർ എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫർ, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് ഈ കാണുന്നത്. അബിൽദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു, SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടൻ്റെ വോയിസ് 14 അബിൽദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കും. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാതെ. ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. ആ പ്രസ് മീറ്റിൽ അബിൽദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് റോബിൻ ഇദ്ദേഹത്തിന് ഏകദേശം 6 ലക്ഷം രൂപ കൊടുത്തോളാന്ന് ഇന്ന ഡേറ്റിനുള്ളിൽ കൊടുത്തോളാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പൈസയുടെ കാര്യമാണ് ഈ പറയുന്നത്, അല്ലാണ്ട് മറ്റേ 35 ലക്ഷം രൂപ കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്ത കാര്യമല്ല. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഫേക്ക് ആണ്, അത് ടു ഫ്രം എന്ന് വരുന്ന രീതിയിൽ വരില്ലെന്ന് പറഞ്ഞു. അത് പക്ഷേ ഞാനും ആലോചിച്ചു, നമ്മളും ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്തല്ലോ, നമ്മളിപ്പോൾ ഒരാളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് പറഞ്ഞാൽ മുകളിൽ വരത്തുള്ളൂ. ഫ്രം ഞാനും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കുറേ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, അതായത് ഇങ്ങനെ കാണിക്കുന്നതിന് പകരം ഗൂഗിൾ പേ എടുക്കുക. ഗൂഗിൾ പേ എടുത്തിട്ട് ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ള സാധനമുണ്ട്, അതെടുക്കുക. വേറെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഗൂഗിൾ പേ, അപ്പോൾ നമ്മൾ വേറെ ഫോണിൽ ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കുക. ഇപ്പോൾ റോബിൻ പറഞ്ഞ ഡേറ്റില്ലേ, ഈ ഡേറ്റ് അതിൻ്റെ അകത്തോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ദിവസം നടന്ന എല്ലാ ട്രാൻസാക്ഷൻസ് കാണിക്കും. അന്നാതെ റോബിന് ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. അതൊക്കെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ജെന്യൂനാന്ന് പറയാം. അല്ലാണ്ട് ഇതേപോലെ കുറേ സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. റോബിൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് റോബിൻ ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ സംശയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റോബിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നത്, റോബിൻ വേറൊരു ഫോൺ എടുക്കുക, ഇതേപോലെ HDFC ബാങ്കാണ്, HDFC ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഏത് ദിവസം റോബിൻ ട്രാൻസാക്ഷൻ ആ ഡേറ്റ് എടുക്കുക, ആ ഡേറ്റിൽ ആ ദിവസത്തെ ഏതൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ആ ഫുൾ ഡേറ്റ് ആ ഡേറ്റിൽ നടന്ന ട്രാൻസാക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ റോബിൻ ഒരു ട്രാൻസാക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കും. ഇതേപോലെയാണ് ഈ ഗൂഗിൾ പേയുടെ ഇതും. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, ഇന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് ഇതേപോലെ ഗൂഗിൾ പേ എടുക്കുക, ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കുക, അതേപോലെ ആ ഡേറ്റ് ഇന്ന ഡേറ്റിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, ആ ട്രാൻസാക്ഷൻ ഡേറ്റിൻ്റെ അകത്ത് ഈ പുള്ളിക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പരിപാടി ക്ലോസ്. അതായത് റോബിൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും ചോദ്യം വേണ്ട, അത് ജെന്യൂൻ ആണ്. ഇപ്പോൾ ഇതേപോലെ സ്ക്രീൻഷോട്ട് വീണ്ടും ഇട്ടുകൊണ്ടെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നും. അതായത് നമ്മളും ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ 2 ഫ്രം നോർമലി കാണാറില്ല.
അപ്പോൾ ആ സംശയം വരാതിരിക്കാൻ സിമ്പിളായിട്ട്, അതായത് നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക, ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിനൊക്കെ ഇന്ന ഡേറ്റ് എടുക്കുക, ഇത് വീഡിയോ എടുക്കുക, ഇത് കണ്ടോ, ഇത് ഞാനാണ് റോബിൻ, ഞാൻ റോബിനാണ്, ഇത് എൻ്റെ ഗൂഗിൾ പേൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ്, ഇന്ന ഡേറ്റിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി അവിടെ കഴിഞ്ഞു, റോബിൻ തന്നെ ജയിച്ചു. അതിനുശേഷം റോബിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിനെ കുറിച്ചാട്ടോ പറയുന്നത്. അത് കൈൻഡ്ലി പ്രൊവൈഡ് ദ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് പ്രൂഫ് ഓഫ് ദ ഫണ്ട് യു ക്ലെയിം ടു ഹാവ് ട്രാൻസ്ഫർ ടു മീ. ഇഫ് ദ എമൗണ്ട് വാസ് ഗീവൺ ഇൻ ക്യാഷ് പ്ലീസ് പ്രൊവൈഡ് ദ റെലവൻറ്റ് എവിഡൻസ് ഓർ പ്രൂഫ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ആസ് വെൽ എന്ന് പറയുന്നുണ്ട്. പ്ലീസ് ഡൂ ദിസ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾക്ക് ക്യാഷ് കൊടുത്തു, ഞാനിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്തു, അതിന് നമുക്ക് എന്തായാലും പ്രൂഫ്, ആ കൊടുത്ത എമൗണ്ടിന് പ്രൂഫ് എന്തായാലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ വേറൊരു ഐറ്റം കാണിക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റോബിൻ ഇതിനകത്ത് പറഞ്ഞൊരു റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് 5 ലക്ഷം രൂപ എനിക്ക് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ഡേറ്റിൽ വിഡ്രോ എന്ന് കാണിക്കുമല്ലോ, അത് മാത്രം ലക്ഷ്മി കാണിച്ചാൽ മതി. ഇപ്പോൾ ലക്ഷ്മി ഏകദേശം 8 ലക്ഷം രൂപ റോബിന് കൊടുത്തെന്ന് പറയും, 4 ലക്ഷം രൂപ ത്രൂ അക്കൗണ്ട് ട്രാൻസ്ഫർ, 4 ലക്ഷം രൂപ ക്യാഷ് ഇൻ ഹാൻഡാണ് കൊടുത്തത്. അപ്പോൾ ആ 4 ലക്ഷം രൂപ എന്നാണ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കാണിച്ചാൽ മതി, പരിപാടി അവിടെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അബിൾദേവ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പ്രോമിസറി നോട്ട് റോബിന് ഇതേപോലെ എഴുതി കൊടുത്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ പൈസ എങ്ങനെ പോയാലും കിട്ടും. ലക്ഷ്മിയാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയത്. 4 ലക്ഷം രൂപ ചോദിച്ച് ബാക്കി 4 ലക്ഷം രൂപയുടെ സോഴ്സും കാണിക്കണം, അതിന് തെളിവുമില്ല. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.